കിച്ചണിലോട്ട് കയറി ഇങ്ങനെ അതെ അതെ ഇതാണ് നമ്മുടെ കരിമിക്ക. അതെ ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഷെഫ്. ലീവായിരുന്നു നമ്മള് മിസ്സായാണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നതും. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പഴങ്കഞ്ഞിയാണ്. അപ്പൊ പഴങ്കഞ്ഞി എന്തായാലും ഉണ്ടാക്കാൻ നമുക്ക് പ്രേക്ഷകർക്ക് എനിക്ക് തരാൻ പോകുന്നത് ഉണ്ടാക്കി താങ്കൾക്ക് തരാൻ പോകുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ മോര് കാച്ചിയത്. നമ്മളിതുവരെ ഒന്നും ഇങ്ങനത്തെ ടൈപ്പ് ഒന്നും കാണിച്ചിട്ടില്ല. ഇത് പപ്പടയുടെ മോര് കാച്ചിയത്, പപ്പടയുടെ സ്പെഷ്യൽ മോര് കാച്ചിയത്. അതിന്റെ ഒപ്പം തന്നെ വേറെ കപ്പക്കറി നമ്മള് കഞ്ഞിയുടെ കൊടുക്കുന്ന കപ്പക്കറി പൊളിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് ഞങ്ങളുടെ ടൈം കളയണ്ട, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഇങ്ങനെ ചരിവല്ലേ അടിയിൽ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോണ്. കരിമിക്ക നല്ല ആക്റ്റീവ് ആണ്, അന്നത്തെ പോലെ അല്ല. അതെ കരിമിക്ക നല്ല ആക്റ്റീവ് ആണ്. കരിമിക്ക ആക്ച്വലി കുറെ വർഷങ്ങളായിട്ട് കരിമിക്ക ജനിച്ചു വീണത് തന്നെ കിച്ചണിലാണെന്നാണ് എന്നോട് പറഞ്ഞത്. അത് ഏത് കിച്ചണിലേക്കാ? അതെ ആക്ച്വലി ഇവിടെ കുക്കറി ഫാമിലിയാണ്. എത്ര നാളായി നമ്മള് കുക്കിംഗ് തുടങ്ങിയിട്ട്? സ്പെഷ്യൽ എന്തിനാണ്? സ്പെഷ്യാലിറ്റി ഏതിലാണ്? അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ അറിയാം. നമ്മുടെ നാടൻ നാടനാണ് ഏറ്റവും കൂടുതൽ ചെയ്യാം. നമ്മുടെ നാടനാണ് പപ്പടയുടെ നാടനാണല്ലോ, പിന്നെ നമ്മുടെ നാടനാണല്ലോ. ഇനി അടുത്തതായിട്ട് കടുകിടാണ്. ഒരുപാട് നല്ലപോലെ ചുവന്ന് വരുമ്പോഴേക്ക് നമ്മൾ കടുകിടുന്നു. കടുകിടുമ്പോ ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിക്കുക, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അതെ, കടുക് ഇടുമ്പോ കടുക് കൂട്ടിച്ചേർക്കുന്ന ശബ്ദം വരുന്നുണ്ട്. അതെ പക്ഷേ വറ്റൽമുളക് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കമുളക് ഇടുകയാണ്. ചുമന്ന മുളക്, അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി അരിഞ്ഞത് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് നീക്കി അരിഞ്ഞത്, വെളുത്തുള്ളി ഇട്ടു. കുറെ വലിച്ചാലേ കിട്ടുള്ളൂ, എല്ലാം അടങ്ങിയിരിക്കുകയാണ്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്ക് നമ്മള് ഒരല്പം മുളക് പൊടി, അല്പം മുളക് പൊടി, ലേശം മുളക് പൊടി, അതിനുശേഷം ഒരല്പം മഞ്ഞപ്പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി, നമ്മുടെ മോരിന്റെ നമ്മളിപ്പോ ഇത് തേങ്ങ അരച്ചിടാണ്. ഏകദേശം ആ ഒരു വറവില്ലേ, ആ വറവ് ഇപ്പൊ വറ്റൽമുളകിന്റെ ബാക്കിയെല്ലാം വറവായിട്ട് പൊക്കെടുക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ കാണാൻ തന്നെ ഇയാൾക്ക് അല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. പോയിക്കോളൂ. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച ആ വെള്ളവും തേങ്ങയും കൂടെ ചൂടായി കഴിഞ്ഞു. പിന്നെ നമ്മൾ തൈര് ഒഴിക്കാൻ പോകുന്നത്. നല്ല തൈര്, അതെ, കട്ട തൈര്. പപ്പടവടയിൽ ഉണ്ടാക്കുന്ന തൈര്, പുറത്തുനിന്ന് തൈര് വാങ്ങാറില്ല. ഇല്ലില്ല, എല്ലാം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന തൈരാണ്. കട്ട ഉടച്ചെടുത്ത് അങ്ങ് അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർക്കുകയാണ്. ഉപ്പിട്ട് മോര് കാച്ചതായി കഴിഞ്ഞു. സിമ്പിൾ അല്ല. അപ്പൊ നമ്മുടെ മോര് കാച്ചത് ഉണ്ടായി കഴിഞ്ഞു. സോ സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. അപ്പൊ അതെ, നല്ല വറ്റൽമുളക് വറുത്ത് ഇങ്ങനെ വറവൊക്കെ പൊക്കത്തേക്ക് ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും ഇതങ്ങ് വാങ്ങി വെച്ചാൽ നമുക്ക് അടുത്തത് നമ്മുടെ കപ്പക്കറി സ്റ്റാർട്ട് ചെയ്യാം. പഴങ്കഞ്ഞി ഇവിടെ കപ്പക്കറിയാണ് അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും ഇതങ്ങ് മാറ്റി നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ.